സോഷ്യൽ മീഡിയ ഇപ്പം കാണേ തെറ്റൊന്നുമില്ല. പക്ഷേ ഉറങ്ങണ നേരത്ത് അതും കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കറിയാം മൊബൈലിൻ്റെ ബ്ലൂ ലൈറ്റ് നമുക്ക് ഉറക്കം കളയും. ഈ ബ്ലൂ ലൈറ്റിന്റെ തിയറി എപ്പോഴും കേൾക്കാറുണ്ട്. ബ്ലൂ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ റെറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണത്. നമുക്ക് ഉറങ്ങാൻ പറ്റുന്നതല്ല ബ്ലൂ ലൈറ്റ്. അതായത് ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നോർമലി നമ്മളൊരു ട്യൂബ് ലൈറ്റ് ഇട്ട് ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാളും വളരെ അപായകരമാണ് മൊബൈലിൽ നിന്ന് പുറപ്പെടുന്ന ആ ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഈ റെറ്റിനെയും അതുപോലെയുള്ള കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം, കുറച്ച് നേരം മൊബൈൽ കണ്ടിട്ട് നമ്മളൊന്ന് കണ്ണടച്ചിരിക്കുക. എത്ര നേരം ആ മൊബൈലിൻ്റെ ഷേപ്പ് നമ്മുടെ കണ്ണുകൾക്കുള്ളൊരു ഡാർക്ക് സ്പോട്ടായിട്ട് ഉണ്ടാവുമെന്ന് ഒന്ന് കണക്കാക്കുക. ഈ ബ്ലൂ ലൈറ്റ് ഇതിൻ്റെ പ്രശ്നം എന്താ, സ്റ്റിമുലൻ്റാണ്, അത്രേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. പിന്നെ നമ്മളാ കാണുന്ന കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് നമ്മുടെ മനസ്സിനുള്ളിൽ തലച്ചോറിൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഇമോഷണലി ചാർജ് കണ്ടൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പേടിപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഒരു ആൻസൈറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരു വ്യത്യാസം എന്താണ്, നമ്മൾ ആ പുസ്തകത്തിൽ വായിക്കുന്നത് കാണാൻ ശ്രമിക്കുന്നു, ഒരു ഭാവനയാണ് അവിടെ വിടരുക. അപ്പോൾ അത് തലച്ചോറിൻ്റെ ഒരു നല്ല രീതിയിലാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അത് ബ്രെയിനിനെ നല്ല രീതിയിലാണ്, കാരണം നമ്മുടെ ബ്രെയിനിനെ പ്രവർത്തിപ്പിക്കുകയാണ്. നേരെ തിരിച്ച് ഭാവന ഉണർത്തുകയാണ്, ഇത് ഭാവനയെ തളർത്തുകയാണ്.